ഒരുത്തിനോട് ദേഷ്യമുണ്ട്. നേരെ 150 രൂപ ടിക്കറ്റ് എടുത്ത് അനുപമയെ കൊണ്ട് കസാര കെട്ടിയിടണം. എന്നിട്ട് കാണാ നീ ആ മൂടി പിടിക്കണം. ഈ സിനിമ മടുപ്പാണെന്ന് ഞാൻ പറയത്തില്ല, കൊള്ളത്തില്ല. മുണ്ട് ഊരുക, മുണ്ട് പൊക്കുക, മുണ്ട് ഉടുക്കുക, മീശ വിരിക്കുക, എന്തൊക്കെ തോന്നിവാസ പണിയുക. ഏതാണ്ട് തിരുനക്കര സ്റ്റാൻഡിൽ പോയി വൈകുന്നേരം ഒരു ഭാര്യയെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു നിർത്തിയ പോലെ. സാധാരണ ഞങ്ങള് റിവ്യൂവിനോടൊപ്പം അതിന് മാച്ചായ ഒരു ഫുഡും കൂടെ കൊണ്ടുവന്ന് റിവ്യൂ ചെയ്യുന്ന ഈ പടത്തിന് മാച്ച് ആവുന്ന തരത്തിലുള്ള ഭക്ഷണം ഈ നഗരത്തിൽ കിട്ടത്തില്ല. അതിന്റെ ഗാനരചയിതാവിന് ഒരു കയ്യടി. കാര്യം പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഒരു തൊലച്ച പാട്ടാവത് വെച്ചിട്ടുണ്ട്. അടിച്ചിട്ട് കയറി കാണുന്നവർക്ക് സെറ്റായിരിക്കും. പണ്ടത്തെ ദിലീപിനെ എനിക്ക് എവിടാ പോയെന്ന് പോലും അറിയത്തില്ല. ഹീസ് ഗോൺ. ഇതിനകത്ത് ചേട്ടന് വേണ്ടിയിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ, ഡാൻ ശ്രീനിവാസൻ. പിന്നെ ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ വന്ന സിനിമ ശരിക്ക് നമ്മള് ലോജിക് ഇല്ലെന്നൊക്കെ പറയും. ലോജിക് ഇല്ലാത്ത സിനിമകളുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി എന്ത് രസാ, പഴയ റെഫറൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ്. ഇതിനകത്ത് വില്ലനുണ്ടല്ലോ, തൊഴുത് നിൽക്കാൻ തോന്നി പുള്ളിനെ. അവിടെ ചേട്ടൻ വരെ തെറി പറയേണ്ടത് ഈ പടമൊക്കെ കഴിഞ്ഞിട്ട്. ഞങ്ങൾ ചിരിക്കുന്ന കാണുമ്പോ നിങ്ങൾ വിചാരിക്കും പടം കണ്ടിട്ട് ചിരിക്കുന്നതാണ്, സങ്കടം കൊണ്ട് ചിരിക്കുന്ന. 3 പേർക്ക് ഇത് വർക്ക്ഔട്ട് ആയിട്ടില്ല സത്യം പറയാം. ദിലീപിന്റെ വിധി ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ വന്നത് നന്നായില്ല. ജഡ്ജ് ചെയ്ത് കണ്ടു പുള്ളിനെ തൂക്കിക്കൊന്നാണ് 5 ദിവസം നീട്ടിയത്. കൊറേ പഴയ പൊള്ളാത്ത പാട്ടൊക്കെ കേട്ടിട്ട് അതിട്ട് ഡാൻസ് കളിക്കാൻ ഒരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. റിയാസ് ഖാൻ ഒരു പാവാടയൊക്കെ പുള്ളിയൊക്കെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവന്നത് ഒരു പിടുത്തമില്ല. ബാലു വർഗീസിന്റെ അഭിനയം അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. ശരിക്കും ആ കഷ്ടപ്പാട് ബഹുമാനിക്കണം. ഇതുപോലത്തെ പണിക്ക് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. ഈ വർഷം ഇത്രയും തൊലഞ്ഞൊരു പടം ഞങ്ങൾ വരെ കണ്ടിട്ടില്ല. ബ്രോ ദ റിയൽ ഓജി ആരാ നിങ്ങൾക്ക് അറിയാവോ? ഗോപാൽ ജി. ഈ സിനിമ ഇഷ്ടപ്പെട്ടവര് സത്യത്തിൽ അതിന്റെ കാരണം കമന്റ് ചെയ്യണം. ഒന്നും പറയാനില്ല.